എന്ത് പറ്റി നമ്പൂരിശ? ഒന്ന് വീണു. നിങ്ങളോ? എന്താ എനിക്ക് വീണൂടെ? അല്ല, നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ ആനയും വീഴും. മൂക്കൂത്തിയിട്ടാണോ വീണത്? മൂക്കുത്തി ഇല്ലായിരുന്നു, രണ്ട് കടുക്കന് മാലയിട്ടാ വീണത്. അതല്ല, എങ്ങനാ വീണതെന്ന്. ഒരു 7 ഗ്രാം ഇല്ലത്തേക്ക് വരിക കാണിച്ചു തരാം. കാലത്തെ കിന്നാരം കൊണ്ട് ഇറങ്ങിയിരിക്കണു. ഞാൻ ചിലപ്പോ മലന്ന് വീണെന്നിരിക്കും, ചരിഞ്ഞ് വീണെന്നിരിക്കും. തനിക്ക് എന്താണോ ചേതം? ഹാജർ ഇങ്ങോട്ട് വരിക. എന്താ നമ്പൂരിശ? ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. അത്രേ ഉള്ളൂ. നിങ്ങളെ കണക്ക് കേട്ട് തരും, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. സലീമേ, ആ കണക്കല്ല ഹയ്യരെ, നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള കണക്കാ തെറ്റിയത്. നിങ്ങൾ തെളിച്ചു പറയും. ഇന്നലെ നിങ്ങളുടെ കബഡി നിരത്തുമ്പോ കൈയൊന്ന് വിറച്ചു. വയസ്സായി വരികയല്ലേ, കുറച്ച് കൊയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി. സലീമേ, ഇയാള് ഞാൻ പറയണ മുഴുവൻ അങ്ങോട്ട് കേൾക്കുക. ആമിനയുടെ കാര്യം ഞാൻ പറയണേ. ആ ബന്ധം ശരിയാവില്ല. നിങ്ങളതങ്ങ് വേണ്ടാന്ന് വെച്ചേക്ക്. എന്താ അമ്പൂരിശ, നിങ്ങളെ തല തിരിഞ്ഞു പോയാ? ഇത്തിരി ഇങ്ങോട്ട് തിരിഞ്ഞു. ഒടുക്കത്തിടിയില്ലായിരുന്നുവോ? അല്ല, വീണപ്പോ തലയിടിച്ച് തിരിഞ്ഞ കാര്യം പറഞ്ഞ. അതല്ല, നിങ്ങൾ എന്താ ഇപ്പൊ വാക്ക് മാറ്റി പറയണത്? കബഡി നിർത്തി കണ്ടതാ ഞാൻ പറഞ്ഞത്. അവളുടെ മേത്ത് കൂടിയിരിക്കുന്ന ബാധ അത്ര വേഗം ഒഴിഞ്ഞു പോവില്ല. അടിച്ച തിരിച്ചടിക്കണ ജാതിയാ. അതൊരു പട് കേവിയല്ലേ, അതിനെ കൊണ്ട് തിരിച്ചടിക്കാൻ പറ്റുമോ? കൂടെ വേറെ ആളുണ്ട്. ആരോള മാമയാ? ആരുണ്ടായാലും ഇങ്ങക്ക് എന്താ? നാട്ടിലുള്ള പിശാസിനെയും ഭൂതത്തിനെയും ഒക്കെ പിടിച്ചു കെട്ടണം. നിങ്ങൾക്ക് ഈ പീറ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. നിങ്ങളല്ലേ പറഞ്ഞത് 3ാമത്തെ ബീവിയിൽ ഞമ്മക്കൊരു മോൻ ജനിക്കുന്നു? അത് പറഞ്ഞു. നിങ്ങളല്ലേ ഞമ്മളെ കൊണ്ട് 10,000 ഉറുപ്പ്യ മുടക്കിച്ചിട്ട് മൂത്രം കാട്ടി ഹോമം നടത്തിയത്? പുത്രകാമേഷ്ടി. അതെന്ത് കുന്തകലാവട്ടെ, നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പ സമയം നന്നായിരുന്നു, ഇപ്പം മോശ. ഇനി നന്നായാല? എനിക്ക് തോന്നണില്ല. എന്റെ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് നന്നാവാം. എന്നാൽ അതുവരെ നമ്മൾ കാത്തിരുന്നോളാം. ഇങ്ങളെ കൊണ്ട് ഈ ഉമ്മുമ്മാനെ ഒഴിപ്പിക്കാൻ പറ്റൂലെങ്കിൽ അത് പറ, നമ്മൾ പുറത്തുനിന്ന് വേറെ മുന്തിയ ആളെ കൊണ്ടുവന്നോളാം. അത് വേണ്ട, ഞാൻ ഒന്നുകൂടി കബഡി നിരത്തി നോക്കട്ടെ. നിരത്ത് നന്നാവിടെ വരെ നിരത്ത്. വെറുതെ ഇരുന്ന നമ്മളെ കൽപ്പില് വേണ്ടാത്ത പൂതിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ മൊയ്തൊല്ലാൻ പറയണ. ഞമ്മക്ക് ആമിനാന്റെ കുഞ്ഞിന്റെ ബാപ്പയായ പറ്റൂ. ഭഗവതി.